ഒരു സുപ്രഭാതത്തിൽ പ്രമുഖ IT കമ്പനിയായ ടാറ്റ കൺസൾട്ടൻസി സർവീസസിന്റെ നാസിക് ശാഖയിൽ തൂപ്പുകാരായി വന്നവർ വെറും ക്ലാസ് 4 ജീവനക്കാരായിരുന്നില്ല. അവർ വിവരങ്ങൾ ചോർത്താൻ വന്ന പോലീസുകാരായിരുന്നു. പക്ഷെ അവരിലൂടെ ലോകം അറിഞ്ഞത് ഹിന്ദു കുട്ടികളെ വേട്ടയാടുന്ന വിദേശ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വലിയൊരു മാഫിയയെക്കുറിച്ചാണ്. യുവതികളെ ലൈംഗികമായി പീഡിപ്പിക്കുക, നിർബന്ധിക്കുക, മതപരിവർത്തനത്തിനായി നിർബന്ധിക്കുക, അങ്ങനെയുള്ള ഒരു സംഭവമാണ് കമ്പനിയിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 7 പേർ അറസ്റ്റിലാകുമ്പോൾ പുറത്തറിയുന്നത്. കോർപ്പറേറ്റ് പ്രണയച്ചതി, മറ്റൊരു തരത്തിൽ കോർപ്പറേറ്റ് ലവ് ജിഹാദ് എന്ന് തന്നെയാണ് ഈ സംഭവത്തെ എല്ലാവരും വിശേഷിപ്പിച്ചത്. ലവ് ജിഹാദ് എന്നത് ആഗോള കുറ്റകൃത്യമാണ്. അതിനെ ഒരു വർക്ക് പ്ലേസ് ഹരാസ്മെന്റ് എന്ന അവിടെ ഒരു ഡിസിപ്ലിനറി ആക്ഷൻ മാത്രമാക്കി ഒതുക്കി വെച്ചിരിക്കുന്ന പല കേസുകളും വെളിപ്പെടുത്താൻ ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾ തയ്യാറായാൽ ഇന്ത്യയിൽ പല ഭാഗത്തും ഇരുന്ന് പലരും ഞെട്ടും എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. പല നന്മ മരങ്ങൾ അവരെ രക്ഷിക്കാനും ഒരു കമ്പനിയുടെയും സൽപ്പേര് പോവാതെ നോക്കാനും പല സ്ഥാപനങ്ങളുടെയും തലപ്പത്തുള്ളവർ, ഇപ്പോൾ തലവന്മാരായിട്ടുള്ളവർ പണി തുടങ്ങി കാണും എന്ന് തന്നെയാണ് നിരീക്ഷകരുടെ അഭിപ്രായം. കാരണം ഒട്ടുമിക്ക കമ്പനികളിലും ഇതുപോലെയുള്ള റാക്കറ്റുകൾ സജീവമാണ് എന്ന് തന്നെയാണ് ഇത്തരം വാർത്തകൾ പുറത്തു വരുമ്പോൾ മനസ്സിലാക്കേണ്ടത്. കമ്പനിയിലുള്ള ഒരു ഹിന്ദു യുവതി, ഇവർ റംസാൻ വ്രതം അനുഷ്ഠിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. ഒരു ഹിന്ദു റംസാൻ വ്രതം അനുഷ്ഠിക്കുന്നതൊന്നും ഒരിക്കലും ഒരു തെറ്റല്ല. കാരണം ഒരുപാട് ഹിന്ദുക്കൾ റംസാൻ കാലത്ത് വ്രതം അനുഷ്ഠിക്കുന്നവരെ നമുക്കറിയാം, നേരിട്ടറിയാം. അത് വലിയ സന്തോഷത്തോടു കൂടി തന്നെയാണ് അവർ ചെയ്യാറുള്ളത്. അത് ശ്രദ്ധയിൽപ്പെട്ടു. പതിവില്ലാതെ ഒരു ഓഫീസിനുള്ളിൽ അത് പെട്ടപ്പോഴാണ് പോലീസ് അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നത്. ആദ്യ സൂചന അവിടെ നിന്നാണ് ലഭിക്കുന്നത്. ഹൗസ് കീപ്പിംഗ് ജീവനക്കാരുടെ വേഷത്തിൽ 2 ആഴ്ചയോളം TCS ഓഫീസിൽ രഹസ്യമായ നിരീക്ഷണം നടത്തിയ പോലീസ് സംഘം അവിടെ വ്രതം നോക്കൽ മാത്രമല്ല, ലൈംഗിക പീഡനവും മതപരിവർത്തനത്തിനായുള്ള സമ്മർദ്ദങ്ങളും നടക്കുന്നുണ്ട് എന്ന് കണ്ടെത്തുകയായിരുന്നു. മലേഷ്യ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഇർമാൻ എന്ന ഒരു പ്രസംഗകനെ വീഡിയോ കോളുകൾ വഴി ഹിന്ദു കുട്ടികൾക്ക് പരിചയപ്പെടുത്തി അവരുടെ വാട്സ്ആപ്പ് ചാറ്റുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായി. സംഭവത്തിൽ 8 വനിതാ ജീവനക്കാർ പരാതി നൽകിയിരുന്നു. SP റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. ഇവർ നോട്ടമിടുന്നത് 18 മുതൽ 25 വയസ്സ് വരെ പ്രായമുള്ള യുവതികളെയാണ്. ലൈംഗിക പീഡനം, ബലാത്സംഗം, പിന്തുടരൽ, മതവികാരം വ്രണപ്പെടുത്തൽ ഇങ്ങനെയുള്ള കുറ്റങ്ങൾ ചുമത്തി 9 FIRകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആസിഫ് അൻസാരി, ഷാഫി ഷേഖ്, ഷാരുഖ് ഖുറേഷി, റാസ മേമൻ, തൗസിഫ് അത്താർ, അശ്വിൻ ചൈനാനി എന്നിവർ ഉൾപ്പെടെ 7 പേരെയാണ് ഇതുവരെ പിടികൂടിയതെന്നാണ് വിവരങ്ങൾ. എന്നാൽ കമ്പനിയിലെ HR മാനേജർ നിദാ ഖാൻ ഒളിവിലാണ് എന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി പ്രതികളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വിദേശത്ത് നിന്ന് പണം എത്തിയിട്ടുണ്ടോ എന്നുള്ള അന്വേഷണത്തിലാണ് ഇപ്പോൾ പോലീസ്. കമ്പനിയുടെ HR മാനേജർ എന്താണ് ചെയ്യണമെന്ന് വെച്ചാൽ, ഹിന്ദു പെൺകുട്ടികളെ കമ്പനിയിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന സമയത്ത് അവർ ഒരു കാര്യം ഉറപ്പുവരുത്തുന്നു. ആ പെൺകുട്ടിയുടെ കുടുംബത്തിൽ സാമ്പത്തിക പരാധീനത ഉണ്ടോ, അങ്ങനെയുള്ള ആളാണെന്നും ഈ ജോലി ആ പെൺകുട്ടിക്ക് വളരെ അത്യാവശ്യമാണ് എന്നുള്ളത് മനസ്സിലാക്കും. അതിനുശേഷം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെ മാത്രം സെലക്ട് ചെയ്യും. അതിനുശേഷം അവരെ ജോലിക്കെടുക്കും. ഈ പെൺകുട്ടിയെ ഇവരുടെ ആ ഒരു നേരത്തെ അറസ്റ്റിലായി എന്ന് പറയുന്ന ആ 7 പേരിൽ ഉൾപ്പെടുന്നവർ ഗ്രൂമിംഗ് ടീമിലേക്ക്, അതൊരു ജിഹാദി ഗ്രൂമിംഗ് ടീമാണ്, ആ ജിഹാദികൾ ഉൾപ്പെടുന്ന ഒരു ഗ്രൂമിംഗ് ടീം, അതിലേക്ക് ഈ പെൺകുട്ടിയെ അയക്കും. അവളെ സഹായിക്കാൻ എന്ന പേരിൽ അടുപ്പം കാണിക്കുന്ന അവളുടെ മേലുദ്യോഗസ്ഥന്റെ കുരുക്കിൽ അവൾ വീഴും. അവൾക്ക് ലീവ് മുതൽ സാലറി ഇൻക്രിമെന്റ് വരെ അത് അവന്റെ ഒരു ഔദാര്യമാണ് എന്നുള്ള മട്ടിൽ അവൾക്ക് മനസ്സിലാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കും. പതുക്കെ ബീഫ് കഴിപ്പിക്കാൻ നിർബന്ധിക്കും, റംസാൻ നോമ്പെടുപ്പിക്കും, തട്ടം ധരിപ്പിക്കാൻ ശീലിപ്പിക്കും. കൂടാതെ അയാളുടെ കാമത്തിനു കൂടി അവർ വഴങ്ങേണ്ടി വരും. ലൈംഗിക പീഡനം കൂടി, ലൈംഗിക അതിക്രമം കൂടി അവരുടെ നേരെ ഉണ്ടാകും. അവളെ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ അയാൾക്ക് സ്വർഗ്ഗവാതിൽ തുറന്നു കിട്ടുകയാണെന്നുള്ളൊരു വിശ്വാസത്തിൽ തന്നെയാണ് അവർ അത് ചെയ്യുന്നത്. എന്നാൽ ചില പെൺകുട്ടികൾ ഈ ചതി മനസ്സിലാക്കി HR മാനേജറായ നിദാ ഖാന്റെ അരികിൽ പരാതിയായി എത്തുമ്പോൾ ഇതൊക്കെ കോർപ്പറേറ്റ് ലോകത്ത് എപ്പോഴും ശീലമുള്ളതാണ്, അത് അവിടുത്തെ ശൈലിയാണെന്ന് പറഞ്ഞ് അവരെ സഹകരിക്കാൻ പ്രേരിപ്പിക്കുക. അവരുമായി സഹകരിച്ചില്ലെങ്കിൽ ജോലി പോകുമെന്ന് മനസ്സിലാക്കുന്ന പാവപ്പെട്ട പെൺകുട്ടികൾ മറ്റൊരു വഴികളും ഇല്ലാത്തതുകൊണ്ട്, സാമ്പത്തിക പരാധീനത ഉള്ളതുകൊണ്ട് അവിടെ കുടുക്കൽപ്പെടും. ജോലി പോകുമെന്ന ഭയം ഉള്ളതുകൊണ്ട് അവർ പലപ്പോഴും സൈലന്റ് ആവും. എന്നാൽ അല്ലാത്തവരുണ്ടെങ്കിൽ അവർ പരാതിയുമായി പോലീസിലേക്ക് പോലെ ഇവരുടെ പ്രശ്നത്തിലാവുമെന്ന് ഇവർക്കറിയാം. അങ്ങനെയാണ് ഇവർ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവരെ മാത്രം സെലക്ട് ചെയ്ത് പോകുന്നത്. അങ്ങനെയെല്ലാം വളരെ സ്മൂത്തായി പോകുമ്പോഴാണ് മാർച്ച് 22 ഒരു പെൺകുട്ടി പരാതിയുമായി പോലീസിൽ എത്തുന്നത്. 2022 മുതൽ 2026 വരെ മതപരമായും ശാരീരികമായും പീഡിപ്പിച്ചു എന്നാണ് ആ പരാതിയിലുള്ളത്. 4 വർഷങ്ങളായി അനവധി തവണ അവളെ ജിഹാദികൾ ബലാത്കാരം ചെയ്തു എന്ന് ഓപ്പണായി ആ പെൺകുട്ടി പറയുന്നു. പോലീസിലെ 4 ഉദ്യോഗസ്ഥർ ശുചീകരണ തൊഴിലാളികളായ വേഷം മാറി 2 ആഴ്ചയോളം TCS ഓഫീസിനുള്ള ജോലി ചെയ്തു. ഈ നിരീക്ഷണത്തിനൊടുവിലാണ് ടീം ലീഡർമാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ക്രൂരതകൾ ഇങ്ങനെ പുറം ലോകം അറിയുന്നത്. പീഡനം, ബലാത്സംഗം, നിർബന്ധിത മതപരിവർത്തനം എന്നിവയുമായി ബന്ധപ്പെട്ട 9 FIRകൾ ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്.
കേസ് അന്വേഷിക്കാമെന്ന പോലീസ് സംഘത്തിന് ഇതിന്റെ ഗുരുതരാവസ്ഥ വ്യക്തമായി. ഇത്തരത്തിലുള്ള അനുഭവം നേരിട്ടവർ പരാതിയുമായി മുന്നോട്ട് വരണമെന്ന് പോലീസ് പറഞ്ഞതനുസരിച്ച് ഏപ്രിൽ 3-നോടകം 10ഓളം പരാതികൾ പോലീസിന് ലഭിക്കുന്നു. പോലീസ് നേതാക്കൾ അടക്കമുള്ള ജിഹാദികളെ അറസ്റ്റ് ചെയ്തു. സംഭവത്തിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ലാത്ത പഴുതടച്ച അന്വേഷണം നടക്കുന്നു. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ ഈ സംഭവം പെട്ടിട്ടുണ്ട്. എന്തായാലും ഈ സംഭവം പുറത്തു വന്നതോടെ സമാനമായ അനേകം കേസുകൾ പലയിടത്ത് പോയി വരാനുള്ള സാധ്യതയുണ്ട്. ഓരോ പെൺകുട്ടിക്കും ജാതി അനുസരിച്ച് ഇവർ വിലയിടുന്നു. വലയിൽ വീഴ്ത്തിയിരുന്ന അതേ ജിഹാദി ചിന്താഗതി തന്നെയാണ് ഇതിന് പിന്നിലും. ജിമ്മിലും ഹോസ്പിറ്റലുകളിലും മൾട്ടിനാഷണൽ കമ്പനികളിലും എല്ലാം ഈ സംഘമുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലായിടത്തും ജാഗ്രതയാണ് വേണ്ടത്. പെൺകുട്ടികൾക്ക് പൊതുവെ ഹിന്ദു പെൺകുട്ടികളെ ലക്ഷ്യമിടുന്ന ഇത്തരം റാക്കറ്റുകൾ എല്ലായിടത്തും സജീവമാണ്. അതുകൊണ്ട് ജാഗരൂകരായി ഇരിക്കുക എന്ന ഒരു സന്ദേശമാണ് ഇപ്പോൾ പോലീസ് ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.